വെൽക്കം ടു വിദ്യാനിധി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് പാർട്ട് 61 to 70 ആ ക്വസ്റ്റ്യൻ നമ്മുടെ 8/2/2025 നടന്ന 10th ലെവൽ 4ാം ഘട്ടത്തിൻ്റെ 61 to 70 ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അത് 61ാമത്തെ ക്വസ്റ്റ്യൻ. അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു. ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു? എ. ഐച്ഛിക ചലനങ്ങളുടെ നിയന്ത്രണം ഇല്ലാതാക്കുന്നു. ബി. ശരീര തുലന നില പാലിക്കപ്പെടുന്നില്ല. സി. ഹൃദയസ്പന്ദനം ലയിക്കുന്നു. ഡി. ഓർമ്മയ്ക്ക് തകരാറ് സംഭവിക്കുന്നു. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, ശരീര തുലന നില പാലിക്കപ്പെടുന്നില്ല. അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചാൽ അത് ആ വ്യക്തിയുടെ ശരീര തുലന നില പാലിക്കപ്പെടുന്നില്ല. മനുഷ്യ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗമാണ് സെറിബെല്ലം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗമാണ് സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് സെറിബെല്ലം. ധാരാളം ചുളിവുകളും മടങ്ങുകളും കാണപ്പെടുന്ന ഭാഗമാണ് സെറിബെല്ലം. ശരീര തുലന നിലയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രം. ബുദ്ധി, ഓർമ്മ, ഭാവന തുടങ്ങിയ പ്രവർത്തനത്തിനെ സെറിബ്രം നിയന്ത്രിക്കുന്നു. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഹൃദയമിടിപ്പ്, ശ്വസനം പോലുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം മെഡുല്ല ഒബ്ലോങ്കേറ്റ. വിശപ്പ്, ദാഹം, ലൈംഗിക ആസക്തി എന്നിവയെ നിയന്ത്രിക്കുന്ന ഭാഗം ഹൈപ്പോതലാമസ്. വേദന സംഹാരി തലാമസ്. നിദ്രവേളകളിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന ഭാഗം തലാമസ്. നിദ്രവേളകളിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന ഭാഗം തലാമസ്. അടുത്ത ക്വസ്റ്റ്യൻ 62ാമത്തെ. ശരിയായ ജോഡി കണ്ടെത്തുക. ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി വാൾട്ടർ ജി. റോസൻ. ജീവശാസ്ത്രത്തിന്റെ പിതാവ് ജോൺ റേ. സ്പീഷീസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച അരിസ്റ്റോട്ടിൽ. വർഗീകരണത്തിന്റെ പിതാവ് ചരകൻ. ആൻസർ ഓപ്ഷൻ എ, ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി. റോസൻ. ജീവന്റെ എല്ലാ വസ്തുക്കളും എന്നാണ് വാൾട്ടർ ജി. റോസൻ ജൈവവൈവിധ്യത്തെ വിശദീകരിച്ചത്. ജീവന്റെ എല്ലാ വസ്തുക്കളും എന്നാണ് വാൾട്ടർ ജി. റോസൻ ജൈവവൈവിധ്യത്തെ വിശദീകരിച്ചത്. ജൈവവൈവിധ്യത്തിന്റെ പിതാവ് എഡ്വേർഡ് ഒ. വിൽസൺ. ടാക്സോണമിയുടെ പിതാവ് കോൾ ലിനേറ്റ്സ്. ജന്തുശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ജീവശാസ്ത്രത്തിന്റെ പിതാവാണ് അരിസ്റ്റോട്ടിൽ. സൂക്ഷ്മശാസ്ത്രത്തിന്റെ പിതാവാണ് ആൻഡ്രൻ വാൻ ലീവൻ ഹോക്ക്. സസ്യശാസ്ത്രത്തിന്റെ പിതാവ് തിയോഫ്രാസ്റ്റസ്. സ്പീഷീസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജോൺ റേ. ആയുർവേദത്തിന്റെ പിതാവ് ചരകൻ. ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന കൃതി എഴുതിയത് ചാൾസ് ഡാർവിൻ. പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ചാൾസ് ഡാർവിൻ. അടുത്ത ക്വസ്റ്റ്യൻ 63. അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം. ഓപ്ഷൻ എ, ഫ്ലൂറസ് സ്ഥലം. ബി, മൈലിനറ. ബി, പെരിയോസ്റ്റിയം. ഡി, പെരികാർഡിയം. ആൻസർ ഓപ്ഷൻ സി, പെരിയോസ്റ്റിയം. അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലമാണ് പെരിയോസ്റ്റിയം. അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം പെരിയോസ്റ്റിയം. കോശശരീരത്തിലെ നീളം കൂടിയ തന്തു ആക്സോൺ. ആക്സോണിനെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലം മൈലിൻ ഉറ. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന 3 സ്ഥിരപാളികളുള്ള ആവരണം മെനിഞ്ചസ്. മെനിഞ്ചസിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം സെറിബ്രോസ്പൈനൽ ദ്രവം. സുഷമനയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന സ്ഥലം മെനിഞ്ചസ്. ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം പെരികാർഡിയം. പെരികാർഡിയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവം പെരികാർഡിയൽ ദ്രവം. ശ്വാസകോശവും ഔരാശയ ഫിഷിയും തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുന്ന ദ്രവം പ്ലൂറ.
ശ്വാസകോശത്തിന്റെ സംരക്ഷണ ആവരണം പ്ലൂറ. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ 206. മനുഷ്യ ശരീരത്തിന്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കുവാനാകും. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിന്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ്? ജീവകം എ, ജീവകം ഡി, ജീവകം സി, ജീവകം കെ. ആൻസർ ഓപ്ഷൻ ജീവകം കെ. മനുഷ്യ ശരീരത്തിലെ കുടൽഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ജീവകം കെ നിർമ്മിക്കുവാനും അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിന്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരാതിരിക്കാനും സഹായിക്കുന്നു. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് ജീവകം ബി, സി. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ജീവകം ബി, സി. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ എ, ഡി, ഇ, കെ. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ജീവകം എ, ജീവകം ഡി, ജീവകം ഇ, ജീവകം കെ. ജീവകം എയുടെ അപര്യാപ്ത രോഗങ്ങൾ നിശാന്തത, സീറോതാൽമിയ. ജീവകം ഡിയുടെ അപര്യാപ്തത രോഗം റിക്കറ്റ്സ്. ജീവകം ഇയുടെ അപര്യാപ്തത രോഗം വന്ധ്യത. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വിറ്റമിൻ ഇ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകം കെ. ജീവകം കെയുടെ അപര്യാപ്ത രോഗം ഹീമോഫീലിയ. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിന്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ ജീവകം ജീവകം ബി. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ദഹിക്കുന്ന ജീവകം ജീവകം B2. ജീവകം സിയുടെ അപര്യാപ്ത രോഗം സ്കർവി. പാലിൽ ഇല്ലാത്ത വൈറ്റമിൻ വൈറ്റമിൻ സി. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം ജീവകം സി. ജീവകങ്ങൾ കണ്ടെത്തിയത് ഫ്രെഡറിക് ഹോഫ്കിൻ. ജീവകങ്ങൾക്ക് പേര് നൽകിയത് കാസിമർ ഫക്ക്. അടുത്ത ക്വസ്റ്റ്യൻ 65. തെങ്ങോലകളിലെ മഞ്ഞളിപ്പിന് കാരണം ഏതു മൂലകത്തിന്റെ കുറവാണ്? ഓപ്ഷൻ എ നൈട്രജൻ, ബി പൊട്ടാസ്യം, സി കാൽസ്യം, ഡി മഗ്നീഷ്യം. ഇതിൽ ആൻസർ ഉണ്ടോ? ഇതിൽ ആൻസർ ഇല്ല. ഈ ക്വസ്റ്റ്യൻ ക്യാൻസർ ആണ്. തെങ്ങോലകളിലെ മഞ്ഞളിപ്പിന് കാരണം ഏത് മൂലകത്തിന്റെ കുറവാണ്? അങ്ങനെ ഇതിൽ ഒരെണ്ണമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ? പൊട്ടാസ്യവും കാൽസ്യവും മഗ്നീഷ്യവും. പൊട്ടാസ്യവും കാൽസ്യവും മഗ്നീഷ്യം എന്നിവയുടെ അഭാവമാണ് തെങ്ങുകളിലെ മഞ്ഞളിപ്പിന് കാരണം. ഇതിലിപ്പം ഒരെണ്ണം മാത്രമാണെങ്കിൽ നൈട്രജൻ നമുക്ക് ഇതിൽ പെടാത്ത ഏതാണെന്ന് ചോദിച്ചാൽ നൈട്രജൻ മാർക്ക് ചെയ്യായിരുന്നു. അല്ലാതെ ഇത് 3 എണ്ണം വരില്ലല്ലോ ആൻസർ. അതുകൊണ്ട് അത് ക്യാൻസലാണ്. അപ്പോൾ തെങ്ങോലകളിലെ മഞ്ഞളിപ്പിന് കാരണം പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം എന്നിവയുടെ അഭാവമാണ്. കോശവിഭവനം, കോശവളർച്ച, കോശവൈവിധ്യവൽക്കരണം എന്നിവയെ സഹായിക്കുന്ന സസ്യ ഹോർമോണാണ് സൈറ്റോകൈനിൻ. അഗ്രമുകുളത്തിന് വളർച്ച, ഫലരൂപീകരണം എന്നിവയെ സഹായിക്കുന്ന ഹോർമോൺ ഓക്സിജൻ. ഫലങ്ങൾ പഴുപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന വാതക ഹോർമോൺ എഥിലിൻ. ഇല വിരിയാനും സമീകൃത ആഹാരത്തിനെ വിഘടിപ്പിച്ച് വിത്തുകൾ മുളയ്ക്കാനും സഹായിക്കുന്ന ഹോർമോൺ ജിബർലിൻ. പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം എന്നിവയുടെ അഭാവമാണ് തെങ്ങുകളിലെ മഞ്ഞളിപ്പിന് കാരണം. ഇരുമ്പിന്റെ കുറവ് കാരണം ഇലകൾ യുവത്വത്തിൽ തന്നെ മഞ്ഞളിക്കും. ഇതിൽ എഴുതാത്ത 2 ഓപ്ഷൻസ് പറയാവേ. പൊട്ടാസ്യം മൂലകത്തിന്റെ കുറവ് സസ്യങ്ങളുടെ അഗ്രഭാഗങ്ങൾ മഞ്ഞളിക്കാനും ഇലകളിൽ മഞ്ഞ നിറം വരാനും കാരണമാകും. പൊട്ടാസ്യം മൂലകത്തിന്റെ കുറവ് സസ്യങ്ങളുടെ അഗ്രഭാഗങ്ങൾ മഞ്ഞളിക്കാനും ഇലകളിൽ മഞ്ഞ നിറം വരാനും കാരണമാകും. കാർബൺ ഡൈ ഓക്സൈഡിന്റെ കുറവ് ഇലകളിൽ വെളുത്ത നിക്ഷേപത്തിന് കാരണമാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 66. ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏതാണ്? ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി വരുത്തുന്ന രോഗാണു ഏതാണ്? ഓപ്ഷൻ എ ഫംഗസ്, ബി വൈറസ്, സി ബാക്ടീരിയ, ഡി പാരസൈറ്റ്. ആൻസർ ഓപ്ഷൻ ബി വൈറസ്. ജന്യരോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണുവാണ് ഓപ്ഷൻ ബി വൈറസ്. ബാക്ടീരിയ വഴി പകരുന്ന രോഗങ്ങൾ ക്ഷയം,
ഡിഫ്തീരിയ, ന്യൂമോണിയ, പ്ലേഗ്, ആന്ത്രാക്സ്, ടൈറ്റനസ്, ടൈഫോയിഡ്, സിലിഫിസ്, കുഷ്ഠം. വൈറസ് രോഗങ്ങൾ: ഡെങ്കിപ്പനി, ചിക്കൻ പോക്സ്, മിസിൽസ്, ചിക്കൻ ഗുനിയ, എബോള, സാർസ്, പോളിയോ, എയ്ഡ്സ്, പന്നിപ്പനി, ജലദോഷം, മുണ്ടിനീര്. ഫംഗസ് രോഗങ്ങൾ: ചുണങ്ങ്, വട്ടച്ചൊറി, പുഴുകടി, ആണിരോഗം. പ്രോട്ടോസോവ രോഗങ്ങൾ: മലബന്ധം, ഉദരവേദന, മലേറിയ എന്നിവ. അടുത്ത ക്വസ്റ്റ്യൻ 67. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മെയ് 23 പ്രാധാന്യം. എ. ലോക പരിസ്ഥിതി ദിനം, ബി. ലോക കണ്ടൽ ദിനം, സി. ലോക ജലദിനം, ഡി. ലോക കടലാമ ദിനം. ഇതിൽ ആൻസർ ഉണ്ടോ? ഇല്ല അല്ലേ, ഇതിൽ ആൻസർ ഇല്ല. മെയ് 23 ലോക കാലാവസ്ഥാ ദിനമാണ്. ലോക കാലാവസ്ഥാ ദിനം. മെയ് 23 എന്ത് ദിനമാണ്? ലോക കാലാവസ്ഥാ ദിനം. അല്ല, ഓപ്ഷനിൽ അതില്ല. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ലോക വനദിനം മാർച്ച് 21. ലോക ജലദിനം മാർച്ച് 22. കാലാവസ്ഥാ ദിനം മാർച്ച് 23. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24. ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. ലോക സമുദ്ര ദിനം ജൂൺ 8. ലോക കടലാമ ദിനം ജൂൺ 16. ലോക കണ്ടൽ ദിനം ജൂലൈ 26. ലോക കടുവ ദിനം ജൂലൈ 29. കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? എ. വയോമിത്രം, ബി. വയോമധുരം, സി. മന്ദഹാസം, ഡി. വയോ അമൃതം. ആൻസർ ഓപ്ഷൻ ബി, വയോമധുരം. കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം. വയോമിത്രം 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സാമൂഹ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതി. വയോ അമൃതം കേരള സർക്കാരിന് കീഴിലുള്ള വൃദ്ധസദനങ്ങളിലെ ആളുകളുള്ള ആരോഗ്യ വകുപ്പിന്റെ ആരോഗ്യ പരിരക്ഷാ പദ്ധതി. ആരോഗ്യ കിരണം സംസ്ഥാനത്തെ 18 വയസ്സിന് താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്കരോഗ ബാധിതരായ രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്ന പദ്ധതി. സ്നേഹസ്വാന്തനം എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതി. സ്വാന്തനം കിടപ്പിലായ രോഗിയെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതി. സ്പെക്ട്രം ഓട്ടിസം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കഴിവുകൾ വളർത്തുന്നതിനായുള്ള പദ്ധതി. സമാശ്വാസം വൃക്ക തകരാറു മൂലം മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്കുള്ള ധനസഹായം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം. ഓപ്ഷൻ എ വയനാട്, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി തിരുവനന്തപുരം, ഓപ്ഷൻ ഡി ആലപ്പുഴ. ആൻസർ ഓപ്ഷൻ സി തിരുവനന്തപുരം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് പള്ളിമുക്കിലാണ്. പള്ളിമുക്കില്. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം പള്ളിമുക്ക്. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യം ഉപയോഗിച്ച ബ്രിട്ടീഷ് പ്രകൃതി ശാസ്ത്രജ്ഞൻ വാൾട്ടർ ജി റോസൺ. കേരള സർക്കാരിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന സ്വയംഭരണ അവകാശമുള്ള സ്ഥാപനമാണ് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ്. 2005 ഫെബ്രുവരി 28 കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് സ്ഥാപിതമായി. സംസ്ഥാന പരിസ്ഥിതി വകുപ്പിന്റെ കീഴിലാണ് ബോർഡ് പ്രവർത്തിക്കുന്നത്. കാർഡിയോളജി ഏത് അവയവത്തിന്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ്? എ. കണ്ണ്, ബി. ഹൃദയം, സി. മസ്തിഷ്കം, ഡി. ചെവി. ആൻസർ ഓപ്ഷൻ ബി ഹൃദയം. കാർഡിയോളജി ഹൃദയം എന്ന അവയവം
ഹൃദയത്തിൻ്റെ തകരാറുകൾ പഠിക്കുക. ഹൃദയത്തിൻ്റെ പഠനത്തെക്കുറിച്ച് ഉള്ളതാണ് കാർഡിയോളജി. കാർഡിയോളജി ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം. ഒഫ്താൽമോളജി കണ്ണിനെക്കുറിച്ചുള്ള പഠനം. ഫ്രിനോളജി മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനം. ന്യൂറോളജി നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളും തകരാറുകളെ പറ്റിയുള്ള പഠനം. ഓങ്കോളജി ക്യാൻസറിനെ കുറിച്ചുള്ള പഠനം. ഹെമറ്റോളജി രക്തത്തെക്കുറിച്ചുള്ള പഠനം. നെഫ്രോളജി വൃക്കയെക്കുറിച്ചുള്ള പഠനം. ഹൈപ്പറ്റോളജി കരളിനെ കുറിച്ചുള്ള പഠനം. ഓട്ടോളജി ചെവിയെക്കുറിച്ചുള്ള പഠനം. റൈനോളജി മൂക്കിനെക്കുറിച്ചുള്ള പഠനം. ഡെർമറ്റോളജി ത്വക്കിനെക്കുറിച്ചുള്ള പഠനം. ഓസ്റ്റിയോളജി എല്ലുകളെക്കുറിച്ചുള്ള പഠനം. എംബ്രിയോളജി ഭ്രൂണത്തെക്കുറിച്ചുള്ള പഠനം. ഓട്നോറോളജി പല്ലിനെക്കുറിച്ചുള്ള പഠനം. അപ്പം ആദ്യത്തെ 70 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 30 ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ. അപ്പം ഇത്രയും ക്ലാസ് കേട്ടവർ പറയൂ ഇതെങ്ങനെയാണ് ഉപകാരമായിരുന്നു, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ എന്നൊക്കെ ഉള്ള കാര്യം. അപ്പം ഇത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നെഗറ്റീവ് ആണെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അടുത്ത 70 തൊട്ട് 80 വരെയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.